നമസ്കാരം. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ചൈന രാജ്യങ്ങൾക്ക് നേരെ കസറിയടുക്കുകയാണ്. ലോകാധിപത്യം നേടുക എന്ന ലക്ഷ്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന ചൈന പല തന്ത്രങ്ങളും പയറ്റുകയാണ്. എന്നാൽ ചൈനയെ തകർക്കാൻ ഇന്ത്യയും അമേരിക്കയും ഒറ്റക്കെട്ടായി കൈകോർക്കുന്നുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ശരിക്കും ചൈനയെ നേരിടാൻ ഇന്ത്യ അമേരിക്ക പരസ്പര ഐക്യം ആവശ്യമാണ്. ചൈന ഇന്ത്യക്ക് ശക്തമായ ഭീഷണിയായി തുടരുമ്പോൾ ഇന്ത്യയുടെ പതനം സ്വപ്നം കാണുന്ന മറ്റൊരാളെ പറ്റിയും എടുത്തു പറയണം. അത് പാകിസ്ഥാനാണ്. വമ്പൻ തിരിച്ചടികൾ ഉണ്ടായിട്ടും കശ്മീരിന്റെയും പഞ്ചാബിന്റെയും നിയന്ത്രണം ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോ ദ്വിമുഖ യുദ്ധത്തിന്റെ ഭീഷണി എപ്പോഴും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ രണ്ട് മുന്നണികളിൽ യുദ്ധം ചെയ്യാൻ ഇന്ത്യ സൈനികമായും സാമ്പത്തികമായും കൂടുതൽ ശക്തമാകേണ്ടതുണ്ട്. ചൈനയും പാകിസ്ഥാനെയും നിലയ്ക്ക് നിർത്താൻ ഇന്ത്യ വലിയ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സൈനിക നവീകരണ പരിപാടി സാവധാനത്തിലായിരുന്നു എന്നത് പറയണം. പുരാതന യുദ്ധ സംവിധാനങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ സായുധ സേനയുടെ നട്ടെല്ല് തന്നെയാണ്. സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ പരിപാടി പൂർണ്ണ ഫലപ്രാപ്തിയിലെത്താൻ സമയമെടുക്കുമെന്നതും മറന്നുകൂടാ. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ ശക്തികളെ ഇന്ത്യ അവരുടെ യുദ്ധവിമാനങ്ങളും കവചിത കപ്പലുകളും വർദ്ധിപ്പിക്കുവാനായി നോക്കുന്നുണ്ട്. എന്നാൽ ആധുനിക സൈനിക ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ നേരിടുന്ന വൻ കുറവ് കണക്കിലെടുത്താൽ അത് മതിയാകില്ല. ഇന്ത്യൻ എയർഫോഴ്സിന് നിലവിൽ 31 ഫൈറ്റർ സ്ക്വാഡനുകൾ മാത്രമാണുള്ളത്. അതേസമയം ആവശ്യമായ അംഗീകൃത ശക്തി 42 സ്ക്വാഡനുകളാണ്. 2030കളുടെ മധ്യത്തോടെ സ്ക്വാഡൻ എണ്ണം 35 മുതൽ 36 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പങ്കാളി തന്നെയാണ് US എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അടുത്ത കാലത്ത് ഇന്ത്യ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള പ്രതിരോധ കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ഇന്ത്യയിലേക്കുള്ള US പ്രതിരോധ വിൽപ്പനകളിൽ നിരവധി കരുത്തന്മാർ ഉൾപ്പെടുന്നുണ്ട്. സൂപ്പർ ഹെർക്കുലീസ്, അതേപോലെ തന്നെ C-17 ഗ്ലോബ് മാസ്റ്റർ, P-81 പോസ്ഡോൺ വിമാനങ്ങൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ, അതേപോലെ തന്നെ ഹാർപൂൺ കപ്പൽവേദ മിസൈലുകൾ, കൂടാതെ M777 ഹാവിസ്റ്റർ മറ്റുള്ളവയൊക്കെ പ്രതിരോധ പങ്കാളിത്തത്തിന്റെ സാധ്യതകളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ US അംബാസിഡർ എറിക് ഗാർസെറ്റി അടുത്തിടെ 2 ദിവസത്തെ US ഇന്ത്യ ഡിഫൻസ് ന്യൂസ് കോൺക്ലേവിൽ വാണിജ്യം, സാങ്കേതിക വിദ്യ, സുരക്ഷ എന്നിവ ഈ സുപ്രധാന പങ്കാളിത്തത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ വലിയ ഘടകങ്ങളായി തന്നെ അതിനെ പറഞ്ഞിരുന്നു. ദീർഘകാലത്തേക്ക് അമേരിക്ക ഇന്ത്യക്കൊപ്പമാണെന്നും പ്രതിരോധം, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ പ്രതിജ്ഞയെടുത്തുവെന്നും അംബാസിഡർ ഗാർസെറ്റി പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ പ്രാഥമിക ആവശ്യകത സാങ്കേതിക കൈമാറ്റമാണ്. അത് സ്വദേശിവൽക്കരണ പരിപാടിക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ US ആധിപത്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹവികസനത്തിനും നിലവിലുള്ളതും പുതിയതുമായ സംവിധാനങ്ങളുടെ നിർമ്മാണത്തിനുള്ള അവസരങ്ങൾ തിരിച്ചറിയാനും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ച സഹകരണം സുഗമമാക്കാനും ഇരുവരും തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഡോ പസഫിക്കിലെ സുരക്ഷാ ദാതാവെന്ന നിലയിൽ ഇന്ത്യയുടെ മുൻനിര പങ്കിനെ പിന്തുണയ്ക്കുന്നതിന് പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളും അവർ ചർച്ച ചെയ്യുകയും എല്ലാ സൈനിക സേവനങ്ങളിലുമുള്ള പ്രവർത്തന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധരാകാനും ഇന്ത്യ അമേരിക്ക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇന്ത്യ US-നുള്ള പുതിയ റോഡ് മാപ്പ്, പ്രതിരോധ വ്യാവസായിക സഹകരണം, എയർ കോമ്പാക്ട്, ലാൻഡ് മൊബിലിറ്റി സിസ്റ്റംസ്, ഇന്റലിജൻസ് നിരീക്ഷണം, രഹസ്യാന്വേഷണം, യുദ്ധോപകരണങ്ങൾ, കടലിനടിയിലെ ഡൊമൈൻ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണവും സഹ ഉൽപാദനവും വേഗത്തിലാക്കുമെന്ന് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പറയുന്നുണ്ട്. കോമ്പാക്ട് എയർക്രാഫ്റ്റ് എഞ്ചിനുകൾ, ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിളുകൾ, ഹോവിസ്റ്ററുകൾ എന്നിവയുടെ സംയുക്ത ഉൽപാദനവും നിർമ്മാണവും അവയുടെ കൃത്യമായ ഓർഡിനൻസും കഴിഞ്ഞ മാസം വാഷിംഗ്ടണിൽ നടന്ന US ഇന്ത്യ ഡിഫൻസ് പോളിസി ഗ്രൂപ്പിന്റെ യോഗത്തിൽ ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുമായുള്ള US പ്രതിരോധ വ്യാപാരം 2008-ൽ 0-നടുത്തായത് 2020-ൽ $20 ബില്യൺ ഉയർന്നിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള പ്രധാന ഇന്ത്യൻ വാങ്ങലുകളിൽ ലോങ് റേഞ്ച് മാരിടൈം പട്രോളിംഗ് വിമാനങ്ങൾ, C-130 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളിൽ 60% റഷ്യയിൽ നിന്നാണ് വരുന്നത് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതും ഈ അവസരത്തിൽ പറയണം. 10,000-കണക്കിന് സൈനികരുള്ള കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായി 3 വർഷമായി അതിർത്തി തർക്കം നേരിടുന്ന സാഹചര്യത്തിൽ ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. ശക്തമായ നീക്കങ്ങൾ തന്നെയാകും ചൈന എന്ന പൊതുശത്രുവിനെ തുരത്താനായി ഇന്ത്യയും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുക. ഇരു രാജ്യങ്ങളുടെയും പദ്ധതികൾ ഏകോപിപ്പിച്ചുകൊണ്ട് ചൈനയെ തുരത്തുവാനുള്ള നീക്കങ്ങൾ നടക്കുക തന്നെ ചെയ്യും.